ഇനിയാണ് എന്റെ ഷോ. കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. ജനപ്രിയ നായകൻ്റെ ബബ്ബ ഭയഭക്തി ബഹുമാനം സംഭവം ബബ്ബ ആയിട്ടുണ്ട്. പടം കാശിനും കർമ്മത്തിനും കൊള്ളത്തില്ല. പിന്നെ ഒരു ചായയും ഒരു കടിയൊക്കെ കടിച്ച് കാണാൻ താല്പര്യമുള്ള, ഒരു പണിയുമില്ലാത്ത, വെറുതെ ഒന്ന് ചുമ്മാ കണ്ട് ഒരു എൻ്റർടൈൻമെൻ്റ് ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അത് വേറെ കാര്യം. ഒരു എൻ്റർടൈൻമെൻറ്റും ഇതിനകത്തില്ല. ഒരു ലോജിക്കും ഇല്ലാത്ത പടമാണ്. അത് അവർ തന്നെ പറയുന്നുണ്ട്, ഈ പടം ഒരു ലോജിക്കും ഇല്ല, ചുമ്മാ കണ്ടിട്ട് ഇറങ്ങി പോവുക പൈസ തന്നിട്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബിസിനസ്, ഈ ഒരു സിനിമ ബിസിനസ്സിനെ മാത്രം ഫോക്കസ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. എങ്ങനെയെങ്കിലുമൊക്കെ കുറേ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ചവറ് പരുവത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് അതങ്ങോട്ട് എടുത്ത് മന്ദകുത്തികളായ, പൊട്ടന്മാരായ, വിഡ്ഢികളായ, കുറേ അന്തംകമ്മി ഫാൻസുകളായ, കുറേ പാൽക്കുപ്പി പിള്ളേരെടുത്തോട്ട് എടുത്ത് ഇട്ട് കൊടുത്തിട്ട് പൈസ വാരുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു സിനിമ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തോടെ അതിനൊരു അത്യാവശ്യം ഒരു ചെറിയൊരു ഒരു 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 കുറച്ചെങ്കിലും ക്വാളിറ്റി വേണ്ടേ, കുറച്ചെങ്കിലും പൈസ കൊടുത്ത് സിനിമ കാണുന്ന ആൾക്കാർക്ക് കുറച്ചെങ്കിലും അതുകൊണ്ടിട്ട് എന്തെങ്കിലും ഒരു 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 ചെറിയൊരു വാല്യൂ എങ്കിലും കിട്ടണ്ടേ, ഒരു എൻ്റർടൈൻമെൻറ്റെങ്കിലും കിട്ടണ്ടേ. അതൊന്നുമില്ല. ഇത് ചുമ്മാ എങ്ങനെയൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചേക്കുന്ന ഒരു പടം. ഈ ഒരു പടം കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടനാണ് ഈ ഒരു പടത്തിലെ നായകൻ എന്നാണ് എല്ലാവർക്കും അങ്ങനെയാണ് തോന്നുന്നത്. ഈ ഒരു പടം കാണുന്ന ആൾക്കാർക്കെല്ലാം അങ്ങനെ തോന്നും. കാരണം ലാലേട്ടൻ്റെ സെക്കൻഡ് ഹാഫ് തൊട്ടാണ് ലാലേട്ടൻ വരുന്നത്. ലാലേട്ടൻ്റെ കുറച്ച് നല്ല കുറച്ച് ഒരു സീൻസൊക്കെ ഉണ്ടായിരുന്നു. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വെറും വേസ്റ്റാണ്. പിന്നെ ഇതിനകത്ത് കുറേ റെഫറൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വാളയാർ പരമശിവം, അതുപോലെ വിജയുടെ കുറേ റെഫറൻസ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഈ ഒരു ബിസിനസ്, ഈ ഒരു സിനിമയുടെ കുറച്ച് കളക്ഷൻ വാരുക, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി, അത് അങ്ങനെയായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ ഇതിനകത്തൊരു ഒരു 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 കുന്തവും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പം വെറുതെ ഇനി പൈസ പോക്കറ്റ് ഇരുന്നിട്ട് ഇനി പൈസ ഇളകുന്നുണ്ടെങ്കിൽ അങ്ങനെ പോയി കാണേണ്ട, താല്പര്യമുള്ള ആൾക്കാർക്ക് പോയി കാണേണ്ട സിനിമയാണ്. അല്ലാതെ നിങ്ങളൊരു എൻ്റർടൈൻമെൻറ്റ് ആഗ്രഹിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ എന്തോ മാസ് പ്രതീക്ഷിച്ച്, അല്ലെങ്കിൽ എന്തോ വലിയ കഥ പ്രതീക്ഷിച്ച് ആണ് ഈ ഒരു സിനിമ കാണാൻ പോകുന്നതെങ്കിൽ ഇതിനകത്തൊരു ചുക്കുമില്ല, ഒരു ചുണ്ണാമ്പുമില്ല. വെറുതെ നിങ്ങളെ പൈസ വെള്ളത്തിനകത്ത് കലക്കി എരിയുന്ന പോലെ ആവും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു പടം പോയി കാണാൻ. ഒന്നുമില്ല, വെറും സീറോ ആണ് കേട്ടോ, വെറും സീറോ. പിന്നെ ഇതിൻ്റെ കഥ, എന്തുവാടെ ഇതിൻ്റെ കഥ? ഈ ലോകത്ത് നടക്കുന്ന കാര്യം വല്ലതും ആണോ ഇതിൻ്റെ കഥ ഞാനൊന്നും പറയുന്നില്ല. ഒരു തട്ടിക്കൊണ്ട് പോകുന്നു, കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കഥ പറഞ്ഞെന്നുള്ള അതിനെതിരെ ചിലപ്പം കേസ് വന്നേക്കാം. അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പം നടക്കുന്നത്. അപ്പം എന്തായാലും ഞാൻ കഥ പറയുന്നില്ല. എന്തായാലും തട്ടിക്കൊണ്ട് പോകുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയൊക്കെയാണ് ഇവിടെ. തട്ടിക്കൊണ്ട് പോകുന്ന ആളാരാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ലോജിക്കില്ലാത്തൊരു കഥയാണ് ഈ ഒരു കഥ. പാൽക്കുപ്പി ഫാൻസുകാർക്ക് വേണ്ടിയിട്ട് മാത്രം ഇറക്കിയ ഒരു സിനിമ. കാരണം അവരെ ഈ ഒരു സിനിമ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. അല്ലാതെ അരിയാഹാരം കഴിക്കുന്ന സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാളും ഈ ഒരു സിനിമ ഏറ്റെടുക്കത്തില്ല. പിന്നെ ലാലേട്ടൻ്റെ കുറച്ച് നല്ല സീൻസൊക്കെ ഉണ്ടായിരുന്നു. ലാലേട്ടൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സിനിമയെന്ന് വേണമെങ്കിൽ എഴുതി വെക്കാവുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ എന്തിനാണെന്നോ ഈ ഒരു സിനിമ ഏറ്റെടുത്തിരുന്ന, ഈ ഒരു സിനിമയെ അഭിനയിക്കാൻ തയ്യാറായത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം പിന്നെ പുള്ളി ഉള്ളതുകൊണ്ട് കുറച്ചെങ്കിലും ജനങ്ങൾ കയറിയെന്ന് വേണമെങ്കിൽ പറയാം തിയേറ്ററിനകത്ത് ലാലേട്ടൻ്റെ ഒരു ഇത് വെച്ചിട്ട്. അത്യാവശ്യം ലാലേട്ടൻ്റെ നല്ല പ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല സീൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ റെഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു ബിസിനസ്സാണ്, ബിസിനസ് മൈൻഡിൽ കൊണ്ടുവന്നതാണ്. അത് കാണിച്ചിട്ട് ഇപ്പോൾ വിജയുടെയൊക്കെ പേര് എടുത്തിട്ട് അതിനൊരു ബ്രാൻഡാണല്ലോ. അപ്പോൾ അതൊക്കെ കാണിച്ച് കുറച്ചും കൂടെ കളക്ഷൻ മേടിക്കാൻ വേണ്ടി. എന്തായാലും പോകത്തില്ല പടം, കാശിനും കർമ്മത്തിനും കൊള്ളത്തില്ല. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഷോ ഫാൻസ് ഷോ ആണല്ലോ. അപ്പം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പം തന്നെ ആളുകളൊക്കെ ഇറങ്ങിയിട്ട് ഇതുപോലെ പറയുന്നത് കേൾക്കുന്നുണ്ട്, ഇതെന്തോന്ന് ക്രിഞ്ചി പടമാണെടേ, ക്രിഞ്ചി അടിച്ച് ഊപ്പാട് വന്നെന്നാണ് ആൾക്കാർ പറയുന്നത്. കാരണം ആൾക്കാരെല്ലാം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞില്ല, അതുവരെ അവിടെ ഇരുന്ന് ഉറങ്ങുകയും തലചൊറിയുകയും ചൊറിയുത്തിയിരിക്കുകയും പിന്നെ ഈ പറഞ്ഞിട്ടുള്ള അവർ സിനിമയിൽ നിന്നൊക്കെ വിട്ടു. പിന്നെ അവരെ ഒരു ബാക്കിയുള്ള പരിപാടിയായിട്ട് അവരങ്ങ് പോവാ, പലരെയും വിളിക്കുന്നു, മെസ്സേജ് അയക്കുന്നു, എടുക്കുന്നു, അങ്ങനെ കുറച്ച് ബിസിയൊക്കെ ആയിട്ട് അങ്ങ് പോകുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. കാരണം അങ്ങനെ കുറച്ച് ക്രിഞ്ച് സാധനങ്ങളൊക്കെ ഫസ്റ്റ് ഹാഫിനകത്തുണ്ട്, സെക്കൻഡ് ഹാഫിനകത്തുണ്ട്. ഫസ്റ്റ് ഹാഫ് കണ്ടിറങ്ങിയപ്പോഴത്തേക്ക് എന്തോന്ന് പോലും മനസ്സിലാവാത്ത അവസ്ഥയായിപ്പോൾ. ഇത് എന്താണ് നമ്മൾ കണ്ട സിനിമയാണോ ഇനി വേറെ എന്തെങ്കിലും ആണോ ആ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഒരു കണക്കിന് മമ്മൂട്ടി അഭിനയിക്കാത്തത് കാര്യമായിപ്പോയി കേട്ടോ. നല്ല കാര്യം എന്നുണ്ടെങ്കിൽ പറയാം. ദിലീപിൻ്റെ ഒരു ഇതിനകത്ത് ഞാൻ കണ്ടതാണ്, മമ്മൂക്കയാണ് ഇതിനകത്ത് കാസ്റ്റ് ചെയ്തേക്കുന്നതാണ്.
എന്തായാലും അത് ലാലേട്ടൻ്റെ തലയെ കൊണ്ടിട്ടത് നന്നായി. കാരണം പുള്ളി ഈ ലാലേട്ടൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഈ കഥ ഒരു സിനിമയുടെ കഥയും പുള്ളി കേൾക്കത്തില്ലയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എനിക്കൊന്ന് പുള്ളി അതിൽ നിന്നുള്ളൊരു ബെനിഫിറ്റ് പൈസ മാത്രമേ പുള്ളി നോക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു. കാരണം കഥയൊന്നും പുള്ളിക്ക് പ്രശ്നമേ അല്ല. ഏതെങ്കിലും ഇതുപോലെ സിനിമകളെ ഒരു ഭാഗമാകുന്നതിൽ ലാലേട്ടന് ഭയങ്കര കഴിവാണെന്ന് തോന്നുന്നു. മിക്കുള്ള സിനിമകളും ഇങ്ങനെയുള്ള സിനിമകളിലെല്ലാം ലാലേട്ടൻ ഒരു ഭാഗമാവുന്നുണ്ട്. ഞാൻ ലാലേട്ടൻ്റെ ഒരു ഫാനാണ്, കുറ്റം പറയുമല്ല. അതുകൊണ്ട് മമ്മൂക്ക കണ്ടില്ലേ, ഇപ്പം മമ്മൂക്കയുടെ കളങ്കാവൽ, പുള്ളി എടുക്കുന്ന ക്യാരക്ടറും പുള്ളി എടുക്കുന്ന സിനിമയൊക്കെ അതൊരു വ്യത്യസ്തമായിട്ടൊരു വേറെ ലെവലിൽ നിൽക്കുന്നൊരു സിനിമകളാണ് അല്ലേ. അത് ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അതാണ് ഇവിടെ. പിന്നെ ഈ സിനിമയുടെ ഇച്ചിരിയെങ്കിലും ഒരു 10 പേരെങ്കിലും ഈ സിനിമ കാണാൻ കയറുന്നുണ്ടെങ്കിൽ അത് ലാലേട്ടനെ കാണുന്നത് മാത്രമാണ്, ലാലേട്ടൻ്റെ ഫാൻസ് മാത്രമാണ് സിനിമ കാണാൻ കയറിയിട്ടുണ്ടെങ്കിൽ കയറുന്നത്. അല്ലാതെ ദിലീപ് ഫാൻസുകാർ ഈ സിനിമ ഏറ്റെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം എന്തായാലും കൊള്ളാം. എന്തായാലും കാശിനും കർമ്മത്തിനും കൊള്ളാത്ത 10 പൈസയ്ക്ക് ഒരു വാല്യൂ കൊടുക്കാത്തൊരു സിനിമയായി, ഇപ്പോൾ ബിസിനസ് മാത്രം ഫോക്കസ് ചെയ്ത് മാത്രം ഇറക്കിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും കണ്ടവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചെളിപ്പടത്തിനാണല്ലോ ഇത്രയും ദിവസം ഭയങ്കര ഹൈപ്പ് കൊടുത്തത്.